ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്കുള്ള ബി.ജെ.പി. സംഘ് പരിവാർ നിലപാട് രാജ്യത്ത് ഒരു ബില്ലായി ഇപ്പോൾ ലോക്സഭയിലേക്ക് വരികയാണ്. ലോക്സഭയിൽ അത് ബിൽ അവതരണത്തിന് ശേഷം രാവിലെ നിയമമന്ത്രി മെഘ്വാളാണ് അവതരിപ്പിച്ചത്. ലോക്സഭയിൽ പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ ഈ ബില്ലിനെ എതിർക്കുന്നു. ഇത് ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് ഉള്ളടക്കത്തിന് നിരക്കാത്തതാണ് എന്നുള്ള ഗൗരവമായ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെ തന്നെ, ഘടനയെ തന്നെ ബാധിക്കും വിധത്തിലാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന രീതി രാജ്യത്താകെയും സ്വാതന്ത്ര്യാനന്തരം കണ്ട ഏറ്റവും ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയതിനു ശേഷം കണ്ട ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ ഭരണകാലാവധി പൂർത്തിയാക്കി നിയമസഭകൾ പിരിയുകയും അതേ തുടർന്ന് തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. പല കാരണങ്ങളാൽ പക്ഷേ ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ നിയമസഭകളിൽ ഉണ്ടാകാം. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതേയല്ല. ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യങ്ങൾ സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷേ അതൊരു ഭരണഘടനാപരമായ ഉത്തരവാദിത്തമായി ഒരു രാജ്യത്താകെ ഒരു തെരഞ്ഞെടുപ്പ് എന്നില്ല. അതിന് മാറ്റം വരുന്ന ബില്ല് അവതരിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലോക്സഭയിൽ നിൽക്കുന്നത്. റഷീദ്, പറയൂ, ലോക്സഭയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബിൽ അവതരണത്തിന് ശേഷം? ശരത്ത്, ആദ്യഘട്ടത്തിൽ നിയമമന്ത്രി ഇത്തരത്തിൽ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ഡിബേറ്റും ചർച്ചയുമാണ് നടന്നത്. ഇതിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തി. ഇതിന് പിന്നാലെയാണ് JPCക്ക് സംയുക്ത പാർലമെന്ററി സമിതിക്ക് ബില്ല് വിടാൻ തയ്യാറാണെന്ന് കേന്ദ്രം അറിയിച്ചത്. ഒപ്പം നിയമമന്ത്രിയും ലോക്സഭാ സ്പീക്കറും ഇത്തരത്തിൽ ഈ നയത്തോട് ആണ് സഭയിൽ പ്രതികരിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വോട്ടിംഗിലേക്ക് കടന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇലക്ട്രിക് വോട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു. ഇതിൽ JPCക്ക് വിടുന്നതിനെ എതിർത്തുകൊണ്ട് 220 പേർ വോട്ട് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം 149 പേർ ഇതിനെ JCPക്ക് വിടേണ്ടതില്ല എന്ന് അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിൽ വോട്ട് ചെയ്തിരിക്കുന്നു. എന്തായാലും എല്ലാ MP-മാരും വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബില്ലുമായി സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബില്ല് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. പക്ഷേ ഈ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് ബില്ലുമായി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ഇലക്ട്രിക് വോട്ടിംഗിന് ശേഷം ഇപ്പോൾ സ്ലിപ്പ് മുഖാന്തരമുള്ള വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. കാരണം ഇലക്ട്രിക് വോട്ടിംഗിൽ തങ്ങൾക്ക് സംശയമുണ്ട്, ഇത് അംഗീകരിക്കാനാകില്ല എന്ന് പ്രതിപക്ഷം ബഹളം വെച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ലിപ്പ് വോട്ടിംഗിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും 220 പേർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ശരത്, ഈ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ സ്ലിപ്പ് കൊടുത്ത് വോട്ട് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായും ഇലക്ട്രിക് വോട്ടിംഗ് ആണ് ആദ്യം നടന്നത്. ഇതിലാണ് 369 MP-മാരും വോട്ട് ചെയ്തത്. ഒരു MP-മാർ പോലും ഈ വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ വിശ്വാസീയത ഇല്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബഹളം വെച്ച് ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തിയത്. എന്തായാലും സഭയിൽ ഇപ്പോഴും പ്രതിഷേധം ഉയരുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ലിപ്പ് വോട്ടിംഗിലേക്ക് ലോക്സഭ അധ്യക്ഷൻ കടന്നത്. ഇതിൽ പാർട്ടികളുടെ നിലപാടുമായി ബന്ധപ്പെട്ടെന്താണ് ഇപ്പോൾ NDA സംബന്ധിച്ച് അതിലെ വളരെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ, ഇപ്പോൾ TDP പോലെയുള്ള ഘടകകക്ഷികളൊക്കെ വളരെ സ്വാഭാവികമായി ബില്ലിനെ പിന്തുണയ്ക്കുകയായിരുന്നോ? അതുപോലെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് ഈ ബില്ല് വിടുന്ന കാര്യത്തിൽ എതിർപ്പില്ല എന്നൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും പക്ഷേ ഭരണപക്ഷ ബെഞ്ചുകൾ ആ തീരുമാനത്തെ അല്ലെങ്കിൽ ആ നിലപാടിനെ എതിർക്കുകയുമാണോ ഈ വോട്ടിങ്ങിൽ കണ്ടത്? റഷീദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ബില്ലിനെ അനുകൂലിക്കുന്ന സമീപനമാണ് ഈ ബില്ല് അവതരിപ്പിച്ച ഉടനെ തന്നെ TDPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമുക്കറിയാം, NDAയുടെ ഭാഗമായാണ് TDP ലോക്സഭയിൽ നിലനിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ BJPയെ ഞങ്ങൾ പിന്തുണക്കുന്നു, ഈ ബില്ലിനെ പിന്തുണക്കുന്നു എന്ന അനുകൂല നിലപാടാണ് TDP ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തിയത്. പക്ഷേ ഈ ബില്ലിനെ വലിയ രീതിയിൽ പ്രതിപക്ഷം നേരത്തെയും ഉയർത്തിയിരുന്നു. ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബില്ലിനെ വലിയ രീതിയിൽ
രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഉയർത്തിയത്. ഇതിന് പിന്നാലെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചതും. ബില്ല് അവതരിപ്പിച്ച ശേഷവും എല്ലാ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധം ഉയർത്തി. പ്രതിഷേധത്തിന് വഴങ്ങിക്കൊണ്ടാണ് ലോക്സഭ അധ്യക്ഷനും ഒപ്പം അമിത്ഷായും ഇത്തരത്തിൽ JPCക്ക് വിടാൻ തയ്യാറാണ് എന്ന ഒരു കാര്യം വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വോട്ടിംഗ് നടന്നത്. ഈ വോട്ടിംഗിൽ നമുക്ക് കൃത്യമായി വ്യക്തമാകുന്നത് ബില്ലുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ്. അല്ല, ഇതിനകത്ത് എന്താണ് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ പറഞ്ഞ ഒരു കാര്യം, ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാം എന്നുള്ളതായിരുന്നില്ലേ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷത്തോട്? പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുന്നു, ഇത് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്തതാണ് എന്ന വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചപ്പോഴാണിത് ഈ പറഞ്ഞ പോലെ JPCക്ക് വിടാമെന്നൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ വോട്ടെടുപ്പുണ്ടാകുമ്പോൾ ഇതിൽ കാണുന്നത് ബില്ലിനെ അനുകൂലിക്കുന്നു. അതേസമയം ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് 220 പേർ വോട്ട് ചെയ്യുന്നു, 149 പേർ ബില്ലിനെ തന്നെ എതിർക്കുന്നു. അത് ഈ ബില്ലിൻ്റെ ഉള്ളടക്കത്തെ എതിർക്കുന്നവരാണ് 149 പേർ. ആ ബില്ലിൻ്റെ ഉള്ളടക്കത്തെ, അതായത് ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ്, ഈ രാജ്യത്ത് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിലയിലുള്ള ആ ബില്ലിൻ്റെ ഉള്ളടക്കത്തെ അനുകൂലിക്കുന്ന 220 പേർ. അതേസമയം ആ ബില്ലിനെ അപ്പാടെ നിരാകരിക്കുന്നവർ 149 പേർ. ഈ വോട്ടിങ്ങിൽ കണ്ട ഒരു ചിത്രം റഷീദ് അങ്ങനെ തന്നെയല്ലേ? എന്നാൽ ആ ബില്ല് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിടാം. ബില്ല് പാസ്സാക്കിയെടുക്കുന്നു ലോക്സഭയിൽ, ശേഷം ആ ബില്ല് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിടുന്നു. ഇതാണ് ലോക്സഭയിലെ ഭരണപക്ഷ തന്ത്രം, നിലപാട്. അങ്ങനെയാണോ റഷീദ്? ശരത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെയും മോദി സർക്കാരിന്റെ വിവിധ ബിൽ അവതരണത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നേരത്തെയും ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് JPCക്ക് വിടുന്നു, പിന്നീട് അത് ലോക്സഭയിൽ വോട്ടിങ്ങിലൂടെ പാസ്സാക്കി എടുക്കുന്നു. തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നേരത്തെയും ഇത്തരത്തിൽ മോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിലുള്ള ബില്ലുകളൊക്കെ തന്നെയും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ MPമാരെ അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ബില്ലുകളൊക്കെ തന്നെയും പാസ്സാക്കിയെടുക്കുന്ന ഒരു നിലപാട് നേരത്തെയും കേന്ദ്രം കൈക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കും എന്ന് നേരത്തെ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഉയർത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് എല്ലാ MPമാരോടും നേരത്തെ രാജ്യസഭയിലും ലോക്സഭയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലോക്സഭയിലേക്ക് ഇന്നത്തെ ലോക്സഭാ നടപടികളുടെ കാര്യപരിപാടികളിൽ ഈ ബില്ല് ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും അവരുടെ അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു, ഇന്ന് സഭയിൽ ഉണ്ടാകണം. കാരണം അത്രമേൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ ഒരു നീക്കമായി ഭരണപക്ഷം, മോദി സർക്കാർ ഇതിനെ കാണുന്നു. അത്രമേൽ ശക്തമായി തന്നെ ഇത് അപകടകരമാണ്, ഒരു ഏകാധിപത്യ ഭരണ സംവിധാനത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചുവടുവെപ്പാണ് ഇത് എന്ന ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുന്നു എന്നതുകൂടി കാണേണ്ടതുണ്ട്. ശിവസേന, അതുപോലെ DMK അടക്കം, ഞാൻ 1-2 പാർട്ടികളെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം, എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എതിർക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം മോദി സർക്കാരിൽ പങ്കാളികളായിട്ടുള്ള NDAയിൽ ഘടകകക്ഷികളായിട്ടുള്ള TDP അടക്കമുള്ള ഘടകകക്ഷികളൊക്കെ സർക്കാരിനൊപ്പം ഒത്തുചേരുന്നു. ആ നിലയിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ടാണ് റിപ്പോർട്ടുകൾ പ്രകാരം നോക്കിയാൽ ഈ വോട്ടിംഗ് നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പോലെ സ്ലിപ്പ് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയാണുള്ളത്. അപ്പോൾ ആ സ്ലിപ്പ് വോട്ടിങ്ങിലേക്കാണ് ഇപ്പോൾ ലോക്സഭ പോയിട്ടുള്ളത്. പക്ഷേ ആദ്യമായി ഈ വോട്ട് സംവിധാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ അരങ്ങേറി. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചതുപോലെ അക്കാര്യത്തിൽ ആ കണക്കുകളിൽ വിയോജിപ്പുണ്ട്. കാരണം 220, 149 എന്നുള്ളതായിരുന്നു. അതിൽ ശക്തമായ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പ്രതിപക്ഷം അവതരിപ്പിച്ചപ്പോഴാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭയിലേക്ക് ഇപ്പോൾ സ്ലിപ്പ് കൊടുത്ത് ലോക്സഭാ അംഗങ്ങൾക്കെല്ലാം സ്ലിപ്പ് കൊടുത്ത് ആ സ്ലിപ്പിൽ ഈ ബില്ലിനെ അനുകൂലിക്കുന്നോ എതിർക്കുന്നോ എന്നുള്ള ഓരോ അംഗത്തിൻ്റെയും നിലപാട് രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മളിപ്പോൾ ലോക്സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലിന്മേൽ മോദി സർക്കാരിൻ്റെ ഈ
ഘട്ടം ആരംഭിച്ച ശേഷമുള്ള മൂന്നാമത്തെ മോദി സർക്കാരിൻ്റെ കാലത്തെ ആദ്യ വോട്ടിംഗ് എന്ന പ്രത്യേകത കൂടി ഇതിൽ ഉണ്ട്. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എന്നുള്ള ഒരു നീക്കം കാലങ്ങളായി BJP തുടങ്ങിയതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇതാ ഇപ്പോൾ ആ ബില്ല് ലോക്സഭയിൽ എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ അപകടകരമായ വശങ്ങളെ ചൂണ്ടിക്കാട്ടുന്നു. ഇത് സംയുക്ത പാർലമെൻ്ററി സമിതിയിലേക്ക് വിടാം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആ ബില്ലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ബില്ലിനെ എതിർക്കുന്നവർ എന്ന നിലയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ് ലോക്സഭയിൽ.